ഹായ് ഡിയേഴ്സ്. അപ്പോൾ വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയിലെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ടീച്ചർ അധിക സമയമൊന്നും വെറുതെ കളയുന്നില്ല. ഈ ഒരു പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്ന ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് എന്ത്, വൈ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമുക്കൊരു വേർഡ് പെയർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു വേർഡ് പെയർ തന്നിട്ടുണ്ട്. ആ വേർഡ് പെയറിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് മറ്റേത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് നമുക്കിവിടെ തന്നിരിക്കുന്ന വേർഡ് പെയർ എന്ന് നോക്കിയ മക്കളെ? നമുക്ക് തന്നിരിക്കുന്ന വേർഡ് പെയർ ആണ് ക്യാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് നമുക്ക് അവിടെ തന്നേക്കുന്നത് അല്ലേ. ക്യാറ്റിൻ്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കിയ മക്കളെ? ഇറ്റ് ഈസ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ക്യാറ്റിൻ്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമ്മളോട് എന്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്? ക്രോ അല്ലെങ്കിൽ കാക്കയുടെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയാലോ മക്കളെ? ക്യാറ്റല്ല ക്രോയുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് ക്രോയിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലേ. എന്താണ് മക്കളെ ക്രോയിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് കോർവസ് സ്പ്ലെൻഡൻസ്. മറക്കരുത് കേട്ടോ, ഇറ്റ് ഈസ് കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ് ക്രോവിൻ്റെ സയൻറ്റിഫിക് നെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ടീച്ചർ പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചത്. ഓക്കെ, ക്യാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം കൊടുത്തപ്പോൾ നോക്കിയ മക്കളെ അവിടെ ഒരു തെറ്റുണ്ട് അല്ലേ. എന്താണ് ആ തെറ്റെന്ന് മനസ്സിലായോ? അതായത് വേറൊന്നുമില്ല മക്കളെ, നമ്മൾ ഒരിക്കലും സയൻറ്റിഫിക് നെയിം ബോൾഡായ ലെറ്റേഴ്സിൽ എഴുതാൻ പാടില്ല. നമ്മൾ എപ്പോഴും സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ നോക്കിയേ ഇതേപോലെ ചെരിച്ച് എഴുതണം. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ടീച്ചർ പ്രത്യേകം അവിടെ കൊടുത്താണ്. ഈ എഴുതിയിരിക്കുന്ന രീതി തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും സയൻറ്റിഫിക് നെയിം എഴുതരുത്. എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ചെരിച്ച് വേണം എഴുതാനായിട്ട്. എഴുതി കഴിഞ്ഞാലോ രണ്ട് നെയിംസിനും നമ്മൾ എന്ത് കൊടുക്കണം? അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നോക്കിയ മക്കളെ, ഇതിനകത്ത് ഈ ഫസ്റ്റ് കൊടുത്തേക്കുന്ന വേർഡിന് നമ്മളൊരു പ്രത്യേക പേര് പറയൂലേ. ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർഡിന് നമ്മൾ എന്താണ് മക്കളെ പറയണത്? ഇറ്റ് ഈസ് ജീനസ് നെയിം ആണ് അല്ലേ. കൊടുത്തേക്കുന്ന എന്താണ് മക്കളെ? ജീനസ് നെയിം ആണ്. അതേപോലെ തന്നെ രണ്ടാമത് കൊടുത്തേക്കുന്ന നെയിം എന്താ മക്കളെ? ഇറ്റ് ഈസ് സ്പീഷീസ് നെയിം. ഓക്കെ, ഫസ്റ്റത്തത് ജീനസും രണ്ടാമത്തെ എന്താണ് മക്കളെ? സ്പീഷീസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Rewrite the sentence if there any mistake in the underlined part of the given statement. തന്നിരിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റത്തെ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ബോട്ടണിയുടെ ഫാദർ ആണോ? അല്ല അല്ലേ, അത് തെറ്റാണ്. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആരുടെ ഫാദർ ആണ്? ഹീസ് എ ഫാദർ ഓഫ് എന്താണ്? ബയോളജി ആണ്. ഹീസ് എ ഫാദർ ഓഫ് ബയോളജി. അപ്പോൾ എഴുതിയേക്കണ തെറ്റാന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമ്മളോട് ബയോളജി ആണോ തിരുത്തി എഴുതേണ്ടത്? ബോട്ടണിയാണോ തിരുത്തി എഴുതേണ്ടത്? അല്ല, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്? തിരുത്തി എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ബോട്ടണിയുടെ ഫാദർ ആയിട്ട് വരുന്ന അരിസ്റ്റോട്ടിൽ അല്ല. അപ്പോൾ ആരായിരിക്കും ബോട്ടണിയുടെ ഫാദർ ആയിട്ട് വരുന്നത് മക്കളെ? ഇറ്റ് ഈസ് തിയോഫ്രാസ്റ്റസ്. ആരാണ് മക്കളെ അത്? തിയോഫ്രാസ്റ്റസ് ആണ് ആരായിട്ട് വരുന്നത്? നമ്മുടെ ബോട്ടണിയുടെ ഫാദർ ആയിട്ട് വരുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആൻസറിൻ്റെ അവിടെ, അതായത് തെറ്റുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക? പേര് മാറ്റി ആരുടെ പേര് എഴുതണോ മക്കളെ? തിയോഫ്രാസ്റ്റസിൻ്റെ പേരെഴുതി ബാക്കി എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ എഴുതി വെക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെയും വായിച്ചു നോക്കിയാലോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കൾ എന്താ പറഞ്ഞേക്കുന്നത്? മൊണീറ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊണീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഉണ്ടാവുക. അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ പറഞ്ഞത്? നമുക്കറിയാം മൊണീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അല്ലേ. മൊണീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഏത് ഓർഗാനിസംസ് ആണ് മക്കളെ വരുന്നത്? മൊണീറയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ആര് മക്കളെ? ബാക്ടീരിയ. ഇതാരാണത്? ബാക്ടീരിയ. ബാക്ടീരിയക്ക് ന്യൂക്ലിയസ് ഉണ്ടോ?
ബാക്ടീരിയക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല അല്ലേ? ബാക്ടീരിയക്ക് എന്തിലുടെ മക്കളെ? ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ആ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൊണീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ മൊണീറ അവിടെ തെറ്റാണ്. അപ്പോൾ മുനീറക്ക് പകരം നമ്മൾ അവിടെ ആരെയായിരിക്കും മക്കളെ എഴുതേണ്ടത്? യൂണിസെല്ലർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ് വരുന്ന ഒരേ ഒരു കിങ്ഡം മാത്രമേ നമുക്ക് അറിയാവുന്നതുള്ളൂ. അതാരാണത്? ഇറ്റ് ഈസ് പ്രോട്ടിസ്റ്റ. അതാരാണ് മക്കളെ? അത് പ്രോട്ടിസ്റ്റയാണ് കേട്ടാ. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തുണ്ടാവുന്നത്? യൂണിസെല്ലർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ മൊണീറ എന്നുള്ളത് വെട്ട, ഇത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് എഴുതണം? പ്രോട്ടിസ്റ്റ എന്ന് എഴുതണം കേട്ടാ. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ R.H. വിറ്റാക്കർ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് R.H. വിറ്റാക്കർ എന്നാണ് പറയുന്നത്. ശരിയാണോ പറഞ്ഞേക്കുന്നത്? അത് ശരിയാണല്ലേ. നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ആരാ കണ്ടുപിടിച്ചേക്കുന്നത്? R.H. വിറ്റാക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര തെറ്റാ വന്നേക്കുന്നത്? ഒന്നാമത്തതും തെറ്റി, രണ്ടാമത്തതും തെറ്റി. ഓക്കെ, ഒരെണ്ണത്തിന് 1/2 മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും ഈ ഒരു ക്വസ്റ്റിന്. 1 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിട്ടുകളയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ മൈക്രോബ് ഈസ് ഗിവൺ ബിലോ. ഒരു മൈക്രോബിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ തന്നേക്കുന്നത്? ക്യാൻ ഓൺലി ലിവ് ഇൻസൈഡ് ദ സെൽ. അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ മാത്രമാണ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ റീച്ചിങ് ദ ഹോസ്റ്റ് മൾട്ടിപ്ലൈ യൂസിങ് ദ ഹോസ്റ്റ് മെറ്റീരിയൽ. ഒരു ഹോസ്റ്റിന്റെ, അതായത് ഒരു ജീവിയുടെ ഉള്ളിലോട്ട് ഇത് കയറിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു സാധനം, ഈ ഒരു മൈക്രോബ് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിയാൽ ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ എഴുതാനായിട്ട് കേട്ടോ. വിച്ച് മൈക്രോബ് ഈസ് മെൻഷൻഡ് ഹിയർ? ഇവിടെ തന്നിരിക്കുന്ന മൈക്രോബ് ഏതാണ്? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് ടീച്ചർക്ക് അറിയാം. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് ഏതാണ് മൈക്രോബിന് എഴുതാം. ഏതാണ് മക്കളെ മൈക്രോബ്? ഇറ്റ് ഈസ് വൈറസ്. അതാരാണത്? വൈറസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് 2 സച്ച് മൈക്രോബ് വിച്ച് കോസ് ഡിസീസ് ഇൻ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരിൽ, ഹ്യൂമൻ ബീയിങ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. മനുഷ്യരിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ രീതിയിലുള്ള 2 മൈക്രോബുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 2 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ നാട്ടിൽ 2 എണ്ണം ഇതേപോലെ വന്നു പോയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് വൈറസ് വന്നിട്ടുള്ളത്? ഒന്നാമത്തെ വൈറസിന്റെ പേരാണ് നിപ്പ വൈറസ് എഴുതാം. പിന്നെ ഒരെണ്ണം കൂടി എഴുതാലോ. ഏതെഴുതാം? കോവിഡ് എഴുതാം അല്ലേ. കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്നൊക്കെ എഴുതാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ആൻസേഴ്സ് ആണല്ലേ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, എളുപ്പമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്, വിട്ടുകളയരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. റൈറ്റ് ദ ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് മാംഗോ ട്രീ. ആരെയാണ് മക്കൾ തന്നേക്കുന്നത്? ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതാണ്. എന്താണ്? മാംഗോ ട്രീയുടെ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാംഗോ ട്രീയുടെ ടാക്സോണമിക് ഹൈറാർക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് എന്താണ് വിട്ട് കളഞ്ഞേക്കാണ് ചെയ്യുന്നത് അല്ലേ. A B C D E F അത്രയും എണ്ണമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഇനി ബോക്സ് വരച്ച് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? A B C D E F ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, നമുക്ക് നോക്കിയാലോ എന്താണ് A ആയിട്ട് വരുന്നതെന്ന്. A ഏതാണ് മക്കൾ? ഇവിടെ അതെ, ഇതാണ് A അല്ലേ. സാപ്പിൻഡെയിൽസ്. ഓക്കെ, എന്താണ് സാപ്പിൻഡെയിൽസ് ആയിട്ട് വരുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഓർഡർ അറിയാവുന്നതാണ് അല്ലേ. ഇതിൻ്റെ ഓർഡർ വെച്ച് കണ്ടുപിടിച്ചൂടെ? ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് സ്പീഷീസ്. അതിന് മുൻപത്ത് വരാണ് എന്ത്? ജീനസ്. എല്ലാവരും ആ ഓർഡർ നന്നായിട്ട് പഠിക്കണം കേട്ടോ മക്കളെ. നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കിയുടെ ഓർഡർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സാധനമാണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. സ്പീഷീസിന്റെ മുകളിൽ എന്താ വരുന്നത് മക്കളെ? ജീനസ് ആണ്. അപ്പൊ ബി എന്താണത്? ജീനസ്. ഓക്കെ, ജീനസ്. ഇനി ഫാമിലി, ഓർഡർ ആണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഓർഡർ ആണ്,
പക്ഷെ ചെടികളുടെ കാര്യത്തിൽ മാത്രം അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓർഡറിന് പകരം ആരായിരിക്കും മക്കൾ ഉണ്ടാവുക അവിടെ? ഇറ്റ് ഈസ് സീരീസ്. അതാരായിരിക്കും മക്കളെ? സീരീസ് ആയിരിക്കും കേട്ടോ. അപ്പൊ നോക്കിയേ, എ എന്ന് പറഞ്ഞ എന്തായിരിക്കുള്ളൂ? സീരീസ് ആണ്. എ എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? അത് സീരീസ് ആണ്. ഓർഡറിന് എഴുതരുതട്ടാ, ഓർഡർ അല്ല, അത് ഏതാണിത്? സീരീസ് ആണ്. ഇനി ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമൈൻ. ഓക്കെ, ഇനി ഇപ്പുറത്താണെങ്കിലോ? അതെ, ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് എഴുതാം അല്ലേ? എന്താണ് സ്പീഷീസിന്റെ നേരെ വരുന്നത്? എഫ് ആണ്. എന്തായിരിക്കും മക്കളെ മാംഗോ ട്രീയുടെ സ്പീഷീസ് നെയിം? എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? ഇൻഡിക്ക. ഇൻഡിക്ക. അങ്ങനെയാണെങ്കിൽ ജീനസ് നെയിം എല്ലാവർക്കും കിട്ടൂലേ? ഏതായിരിക്കും അത്? വേറെന്ത്? മാൻജിഫെറ. ഏതാണത്? മാൻജിഫെറ. ഓക്കെ, അതും കിട്ടി. അനാകാർഡിയസി എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഫാമിലി. സാപ്പിൻഡെയിൽസ് ആണ് സീരീസ് എന്നുള്ളതും അവിടെ തന്നിട്ടുണ്ട്. അതിന് മുകളിൽ വരുന്നതാണ് മക്കളെ എന്ത്? ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്ലാസ്. ഏതാണ് മക്കളെ മാംഗോ ട്രീയുടെ ക്ലാസ് ആയിട്ട് വരുന്നത്? ഒന്നുകിൽ മോണോകോട്ടിലിഡൻ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡൻ. ഏതായിരിക്കുള്ളൂ? മാംഗോ ട്രീ ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും മക്കളെ? ഡൈക്കോട്ടിലിഡൻ ആയിരിക്കും. ഏതായിരിക്കും അവിടെ മക്കളെ? ഡൈക്കോട്ടിലിഡൻ. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഡൈക്കോട്ടിലിഡൻ. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആൻജിയോസ്പെർമോഫൈറ്റി ആണ് അതിന്റെ ഫൈലമായിട്ട് വരുന്നത്. ലാസ്റ്റ് എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? കിങ്ഡം. ഏതാണ് ചോദിച്ചേക്കുന്നത്? കിങ്ഡം. ഏതായിരിക്കും? ഇതൊരു ചെടിയാണല്ലേ. അപ്പൊ ചെടികൾക്ക് വരുന്ന കിങ്ഡത്തിന് നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് പ്ലാന്റ്. ഏതാണത്? പ്ലാന്റ്. എളുപ്പമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയല്ലേ? ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ്. ഒട്ടും ടഫ് അല്ലാത്തൊരു സാധനം കേട്ടാ. എല്ലാവരും ആ ഒരു വാക്കുകൾ കാണുമ്പോൾ പേടിക്കും. പക്ഷെ പേടിക്കണോ? വേണ്ട, എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ബോക്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഓക്കെ, വിട്ടുകളയരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, എന്താണെന്നൊന്ന് വായിച്ചേ മക്കളെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്നൊന്ന് വായിച്ചേ. ദ സയന്റിഫിക് നെയിം ഓഫ് ടൈഗർ. ടൈഗറിന്റെ സയന്റിഫിക് നെയിം ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താണ്? പാന്തേര ടൈഗ്രിസ്. അവിടെയും എന്തുണ്ട്? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയാണോ സയന്റിഫിക് നെയിം എഴുതേണ്ടത്? അല്ല. എങ്ങനെയാ എഴുതേണ്ടത്? പാന്തേര ടൈഗ്രിസ്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലും സെക്കൻഡ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം മക്കളെ? സ്മോൾ ലെറ്ററും ആയിരിക്കണം കേട്ടോ. അതും കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ടൈഗറിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? പാന്തേര ടൈഗ്രിസ് എന്നാണ് തന്നിരിക്കുന്നത്. വാട്ട് ഡു ദ വേർഡ്സ് പാന്തേര ആൻഡ് ടൈഗ്രിസ് ഇൻഡിക്കേറ്റ്? പാന്തേര, ടൈഗ്രിസ്, ഈ 2 വാക്കുകൾ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നേരത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പാന്തേര, എന്താണ് ടൈഗ്രിസ് എന്നുള്ളത് അല്ലേ? നമ്മളത് ആരിലാണ് പഠിച്ചത്? കാക്കയുടെ കാര്യത്തിലാണ് പഠിച്ചത്. ഇവിടെയും അത് സെയിം തന്നെയാണ് മക്കളെ. പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ മക്കളെ. എ ക്വസ്റ്റ്യൻ ആൻസർ. പാന്തേര എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? പാന്തേര എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ജീനസ് നെയിം. ജീനസ് നെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേതോ? ടൈഗ്രിസോ? നിങ്ങൾ തന്നെ പറഞ്ഞോ. ടൈഗ്രിസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്തിനായിരിക്കും? ഇറ്റ് ഈസ് സ്പീഷീസ് നെയിം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലേ? ആദ്യത്തേത് ജീനസ് നെയിമും രണ്ടാമത്തേത് എന്തായിരിക്കും? സ്പീഷീസ് നെയിമും ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിവിംഗ് സയന്റിഫിക് നെയിം ടു ഓർഗാനിസംസ്? ജീവികൾക്ക് സയന്റിഫിക് നെയിം കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഉപകാരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും മക്കളെ ഉപകാരം? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. എന്തിനാണ് നമ്മൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ഒക്കെ കൊടുക്കുന്നത്? നമ്മളത് ക്ലാസ്സിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓരോ സ്ഥലങ്ങളിലും ഓരോ ജീവികൾക്കും ഓരോ പേരാണ്. എന്താണല്ലേ? ഓരോ സ്ഥലങ്ങളിലും ഓരോ ജീവികൾക്കും ഓരോ തരം പേരുകളാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പപ്പായയുടെ കാര്യം തന്നെ പറഞ്ഞു. ഈ സ്ഥലങ്ങളിൽ ഇവിടെ പപ്പായ എന്ന് പറയാം, അല്ല കപ്പങ്ങ എന്ന് പറയാം. പക്ഷെ വേറെ സ്ഥലങ്ങളിലോ കൊപ്പക്കായ എന്ന് പറയും, ചില സ്ഥലങ്ങളിലോ കൊപ്ലങ്ങ എന്ന് പറയും. അപ്പൊ പല സ്ഥലങ്ങളിലും പപ്പായക്ക് പല പേരുകളാണ്. ഓക്കെ, അപ്പൊ ഈ പേരുകള് അവിടെ ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പേരുകൾ കൊണ്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ, ഓക്കെ, അത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണം മക്കളെ? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടാ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ
ഭയങ്കര സഹായമാണ്. എന്തിനു വേണ്ട സഹായമുള്ളത്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അവോയ്ഡ് the difficulties arises in different places. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായകമാണ്. ആരെ കൊണ്ട്? സയന്റിഫിക് നെയിം ഉണ്ടാക്കിയത് കൊണ്ട് അല്ലേ? അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ആൻസറും കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നെയിം ദ സയന്റിസ്റ്റ്. സയന്റിസ്റ്റിന്റെ പേര് ഏതാണ്? ഏത് സയന്റിസ്റ്റിന്റെ പേര് ഏതാണോടാ? ഹു പ്രപ്പോസ്ഡ് സയന്റിഫിക് നെയിമിംഗ് ഓഫ് ഓർഗാനിസം. സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ നായകൻ ആരാണ്? നമ്മുടെ നായകനായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് കാൾ ലിന്നേസ്. ആരാണ് മക്കളെ? അത് കാൾ ലിന്നേസ് ആണ്, ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. ഓക്കെ, ഇദ്ദേഹം തന്നെയാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ബൈനോമിയൽ നോമൻക്ലേച്ചറും കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, hints about some organisms are given below. Name the kingdom to which these organism belongs. അതായത് നമുക്ക് നോക്കി ഇവിടെ കുറച്ച് 2 ഹിന്റുകൾ തന്നിട്ടുണ്ട്. ഈ 2 ഹിന്റുകൾ വായിച്ചിട്ട് അത് ഏത് കിങ്ഡത്തിന്റെ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടില്ല. ആ കിങ്ഡത്തിന്റെ പേര് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഓട്ടോട്രോഫിക്, മൾട്ടി സെല്ലാർ, നോൺ മോട്ടൈൽ. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ മക്കളെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവർ. മൾട്ടി സെല്ലാർ എന്ന് വെച്ചാലോ ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ജീവികൾ. നോൺ മോട്ടൈൽ എന്ന് വെച്ചാലോ മക്കളെ നീങ്ങാൻ കഴിവില്ലാത്തവർ എന്താണ്, അല്ലെങ്കിൽ അനങ്ങാൻ സാധിക്കാത്തവർ. നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? നോൺ മോട്ടൈൽ. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനങ്ങാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം. ഓക്കെ, ലോക്കോമോട്ടറി പവർ അവർക്കില്ല. അങ്ങനത്തെ ആൾക്കാർ ആരാ? പക്ഷെ അവർ ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ വരുന്ന ഒരേ ഒരു കിങ്ഡമേ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ളൂ. ഏതാണ് മക്കളെ അത്? ഇറ്റ് ഈസ് കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റേ. വെരി ഗുഡ്, ഇറ്റ് ഈസ് കിങ്ഡം പ്ലാന്റേ. കിട്ടിയില്ലേ? ഇറ്റ് ഈസ് കിങ്ഡം പ്ലാന്റേക്ക് മാത്രമാണ് മക്കളെ ഓട്ടോട്രോഫിക് ആണ്, മൾട്ടി സെല്ലാർ ആണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോക്കോമോഷന് പറ്റില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ടോ നടക്കാനായിട്ടോ സാധിക്കില്ല. ഓക്കെ, രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? യൂണിസെല്ലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലാർ ഓർഗാനിസം ഉള്ള കിങ്ഡം ഏതാണ്? അതും നമുക്ക് ഇപ്പൊ തന്നെ നേരത്തെ പഠിച്ചുള്ളൂ അല്ലെ? ഏതാണ് മക്കളെ അത്? ഇറ്റ് ഈസ് കിങ്ഡം. നിങ്ങൾ എന്നെ പറഞ്ഞോ? ഇറ്റ് ഈസ് കിങ്ഡം പറയടാ. ഇറ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. അതാണ് മക്കളെ കിങ്ഡം പ്രോട്ടിസ്റ്റ. കിട്ടിയില്ലേ? എളുപ്പമാണല്ലേ? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ. Scientists and their contribution in the field of taxonomy are given below. ടാക്സോണമിയുടെ രംഗത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ പേരുകളും അവരുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. മേക്ക് സ്യൂട്ടബിൾ പെയേഴ്സ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. എന്താണ്? RH വിറ്റാക്കർ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു മോഡൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു മോഡൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളവരെ ഉണ്ടാക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ. RH വിറ്റാക്കർ നമുക്ക് ഇവിടെ തന്നേക്കണ ആരും നമ്മൾ ഇനി അത് നോക്കണ്ട. അപ്പൊ അതെന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, RH വിറ്റാക്കർ എന്താ കണ്ടുപിടിച്ചത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. ഫസ്റ്റ് സയന്റിസ്റ്റ് ആരാ മക്കളെ? അരിസ്റ്റോട്ടിൽ. ഫസ്റ്റ് സയന്റിസ്റ്റ് ആരാണ്? അരിസ്റ്റോട്ടിൽ കണ്ടുപിടിച്ചേക്കണ ആരാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അരിസ്റ്റോട്ടിൽ എന്താണ്? ദ ഫാദർ ഓഫ് ബയോളജിയാണ്, ബയോളജിയുടെ പിതാവാണ്. അതുകൂടാതെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അദ്ദേഹമാണ് നമ്മുടെ ഓർഗാനിസത്തിനെ ചുവന്ന രക്തമുള്ളവരും ചുവന്ന രക്തമില്ലാത്തവരും ആക്കി മാറ്റി അല്ലേ? ചോര റെഡ് കളറുള്ളവരും ചോര റെഡ് കളർ ഇല്ലാത്തവരും ആക്കി ഡിവൈഡ് ചെയ്ത അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആയിരുന്നു പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഏതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ക്ലാസിഫൈഡ് ദ ഓർഗാനിസം ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ടീച്ചർ തൽക്കാലം 1 പറഞ്ഞായിട്ട് കൊടുക്കാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് നേരെ എടുത്ത് എഴുതാണ് ചെയ്യേണ്ടത്. ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എടുത്ത് എഴുതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ടീച്ചർക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ടീച്ചർ ഇങ്ങനെ ചെയ്യാണ്. നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുമ്പോൾ ഈ അരിസ്റ്റോട്ടിലെ നേരെ അതിൻ്റെ ഡെഫിനിഷൻ എടുത്ത് എഴുതാം, മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ആളാണ് മക്കളെ കാൾവോസ്.
കാൾ ബോസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് നമ്മൾ ലാസ്റ്റാ പഠിച്ചേ, മറന്നു പോവാൻ ഒരു ചാൻസും ഇല്ല. കാൾ ബോസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്താ കണ്ടുപിടിച്ചത്? ഹി ഫൗണ്ടഡ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് ഇവിടെ ഉണ്ടോ? അതേ കിടക്കണല്ലേ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ രണ്ടാമത്തതും കിട്ടി. ഓക്കെ, കാൾ ബോസ് എന്ന് പറഞ്ഞത് രണ്ടാമത്തതും കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കിയാലോ. മൂന്നാമത്തെ സയന്റിസ്റ്റ് R.H. വിറ്റാക്കർ ഇല്ല. പിന്നെ ഉള്ളത് തിയോഫ്രാസ്റ്റസ് ആണ്. നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. എന്താണ് തിയോഫ്രാസ്റ്റസ്? ദ ഫാദർ ഓഫ് ബോട്ടണി ആണ്. അദ്ദേഹം പ്ലാന്റ്സിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആനുവൽ, ബൈനിയൽ, പെരിനിയൽ. ഓക്കെ, ആനുവൽ, ബൈനിയൽ, പെരിനിയൽ അതും കിട്ടിയില്ലേ? അപ്പോ തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞ ആള് മൂന്നാമത്തെ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ആളാണ് മക്കളെ ജോൺ റേ ആണ് അല്ലേ. അടുത്ത ആരാണ്? ജോൺ റേ. ഇവിടെ ഉണ്ട്. ജോൺ റേ എന്താ ചെയ്തേക്കുന്നേ? ബാക്കി വരുന്ന സാധനം അല്ലേ. യൂസ് ദ ടേം സ്പീഷീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സ്പീഷീസ് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ച ആളാണ് ആര്? ജോൺ റേ. അപ്പൊ അതും കിട്ടി. എളുപ്പമാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മാർക്ക് വാങ്ങാവുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിട്ട് കളയാൻ പാടില്ല. എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എൻ്റെ മക്കളെല്ലാവരും ഇത് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കണം. എക്സാം നന്നായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.